ജന്മാദിസ്യേതുന്യാദിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട്ടേനെ ബ്രഹ്മകൃതായ ആദികവേ മുഹ്യന്തിയത് സൂര്യത്തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 14-ാം അധ്യായം 32-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഹിരണ്യാക്ഷൻ ആരായിരുന്നു? എന്തേ അവന് ഭഗവാനോട് വിരോധം തോന്നാൻ? ഭഗവാനോട് വിരോധം തോന്നിയിട്ടാണ് പത്നിയായിട്ടുള്ള ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തിയത്. അല്ലാതെ ഇപ്പോൾ ഭൂമിയെ താഴ്ത്തിയിട്ട് അവന് വേറെ കാര്യമൊന്നുമില്ല. അത് ഈശ്വര വിരോധമാണ് അവിടെ കാണുന്നത്. അപ്പോൾ വിഷ്ണുവിനോട് ഭക്തി ഉണ്ടാവില്ല, അങ്ങനെ ചിലരുണ്ടാവും. പക്ഷേ വിരോധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആർക്കെങ്കിലും ഉണ്ടാവും. വിഷ്ണുവിനെ കാണണം, കൊല്ലണം, അല്ലെങ്കിൽ വിഷ്ണുവിനോട് പ്രതികാരം ചെയ്യണം, വിഷ്ണുവിനോട് മത്സരിക്കണം. വിഷ്ണുവിനെ ഒരു ശത്രുവായിട്ട് കാണാൻ മാത്രം ഈ ലോകത്തിൽ അധികം ആൾക്കാരുണ്ടാവില്ല. നിരീശ്വരവാദികൾ അവരുടെ വഴിക്ക് പോകുന്നല്ലാണ്ട് വിഷ്ണുവിനോടൊരു ശത്രുത എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രത്യേകത കാണാനുണ്ട്. അതും ഒരു തരം ഭക്തിയാണ്. അത് മേലിൽ പറയും. അപ്പോൾ എന്തേ ഇവന് ഈ വിരോധം ഉണ്ടാവാൻ കാരണം എന്നാണ് ചോദ്യം. അപ്പോഴാണ് അതിനൊക്കെ പൂർവ്വജന്മ കഥയുണ്ട്. എല്ലാ കാര്യങ്ങളും പൂർവ്വജന്മമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും തന്നെ നമ്മൾ വിചാരിച്ച പോലെ വന്നില്ല എന്നുള്ളതുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒക്കെ പൂർവ്വജന്മമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു തുടർക്കഥയാണ് ജന്മങ്ങൾ തന്നെ. ഒരു ജീവിതം എന്നല്ല, എല്ലാ ജന്മങ്ങളും തുടർക്കഥയാണ്. ഈ തുടർക്കഥ എപ്പോഴാണ് അവസാനിക്കുന്നത്? എവിടുന്ന് പുറപ്പെട്ടു അവിടെ തന്നെ ഈ ജീവൻ അല്ലെങ്കിൽ ബ്രഹ്മം, ആത്മാവ് എത്തുമ്പോൾ മാത്രമേ ഈ തുടർക്കഥ അവസാനിക്കുന്നുള്ളൂ. എത്ര എപ്പിസോഡാണെന്നൊന്നും പറയാൻ പറ്റില്ല. 500 എപ്പിസോഡാണ് ഉദ്ദേശിക്കുന്നത്, 1000 എപ്പിസോഡാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചില സീരിയലുകാർ മുമ്പ് കൂട്ടി ചില കണക്കൊക്കെ ഇടും. അതൊന്നും പറ്റില്ല. ഇത് എത്ര എപ്പിസോഡ് വേണം എന്ന് ഭഗവാനാണ് നിശ്ചയിക്കുന്നത്. അത്രയും എപ്പിസോഡുകൾ ഇവിടെ ആടിയിട്ട് മാത്രമേ ആ പുറപ്പെട്ടു പോകുന്ന ആത്മാവിലേക്ക് ചേരാൻ പറ്റൂ. അപ്പോൾ ഈ തുടർക്കഥ ജന്മങ്ങൾ തന്നെ തുടർക്കഥയാണ്. ആ ഹിരണ്യാക്ഷനെ കുറിച്ചാണ് ആര് ചോദിച്ചത്? വിതുരൻ ചോദിച്ചത്. അപ്പോൾ പണ്ടുണ്ടായിട്ടുള്ളൊരു ഇതിഹാസത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാണ് മൈത്രേയ മഹർഷി. ദിതി ഭർത്താവായിട്ടുള്ള കശ്യപനോട് സന്താന അഭ്യർത്ഥന നടത്തി സന്ധ്യാസമയത്ത്. സന്ധ്യ സർവത്ര വർജയേൽ, ഒരു കാര്യവും സന്ധ്യയ്ക്ക് ചെയ്യരുത്, ഈശ്വര കാര്യം ഒഴികെ. മറ്റൊരു ലൗകിക വ്യാപാരം, ശരീരത്തിനെ സംരക്ഷിക്കണ കുളിയടക്കം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഒഴികെ ചെയ്യരുത്. 6 മണിക്ക് മുന്നേ കുളിക്കണം, അല്ലെങ്കിൽ 7 മണിക്ക് ശേഷമേ പിന്നെ ആടൂ. അതന്നെ പണ്ട് പതിവില്ല, രാത്രി കുളിക്കുകയേ ചെയ്യില്ല. അതൊക്കെ 6 മണിക്ക് മുന്നേ കഴിയേണ്ട കാര്യങ്ങളാണ്. 6 to 7 സന്ധ്യ സർവത്ര വർജയിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടും കഷ്ടകാലത്തിൻ്റെ ഊക്കുണ്ട്. അതാണ് ചില കാര്യങ്ങളൊക്കെ മുമ്പ് കൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയണത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ വരില്ല, ഒരു വിഷമിക്കാനൊന്നുമില്ല, അത് ഈശ്വര നിശ്ചയമാണ്, അതിൻ്റെ വഴിക്ക് പൊക്കോളുന്നത്. ആ സമയത്ത് ദിതി ഗർഭിണിയാവാൻ കാരണമായി. ദുഷ്ടന്മാരായിട്ട് 2 പുത്രന്മാരുണ്ടായി. കശ്യപ മഹർഷി തൻ്റെ ആ പാപം തീരാൻ വേണ്ടിയിട്ട് ഗായത്രി ജപിക്കുകയും ചെയ്തു. ജായൻ ജജാപ വിരജം ബ്രഹ്മജ്യോതി സനാതനം. ഗായത്രി എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാണെന്നാണ്. നാരായണ നാമോദേ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാണെന്നാണ്.
അപ്പോൾ ആ ഗായത്രി ജപിച്ച് അതിന് പരിഹാരം ചെയ്തു. പക്ഷേ പരിഹാരം ഉണ്ടായതൊന്നുമില്ല, ദുഷ്ടന്മാർ തന്നെയാണ് ജനിക്കുന്നത്. അപ്പം ദിതി പറഞ്ഞു, മാമേ ഗർഭഭിമം ബ്രഹ്മൻ ഭൂതാനാം ഋഷഭോവതീത്. അശ്വനെ വിളിക്കുകയാണ്, ഹേ ശ്രേഷ്ഠ ബ്രഹ്മൻ, രുദ്രൻ ഭൂതങ്ങളുടെ പതിയാണല്ലോ. ഭൂതാനാം ഋഷഭ, ഭൂതങ്ങളുടെ നാഥൻ ഈ ഗർഭത്തെ വധിക്കാതെ ഇരിക്കണം. സന്ധ്യാസമയത്ത് ഉത്പാദന പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ട് പുത്രൻ ഉണ്ടായത് കാരണം ശിവൻ മൂലം ഈ ഗർഭത്തിന് നാശം സംഭവിക്കരുത്. രുദ്രപതിർഹി ഭൂതാനാം യസ്യാകരവമംഹസം മാ അവധീത് എന്നാണ്. ഭൂതാനാം ഋഷഭോ മാ രുദ്ര മേ ഗർഭം മാ അവധീത്. ഭൂതപതിയായിട്ടുള്ള രുദ്രൻ എൻ്റെ ഗർഭത്തെ വധിക്കരുതേ, നാശം സംഭവിക്കരുതേ, ദേഷ്യപ്പെട്ടിട്ടേ. അംഹസം, അപരാധത്തെ ഞാൻ ചെയ്തു, തെറ്റ് സമ്മതിച്ചു. തെറ്റ് ചെയ്തപ്പോൾ ദിതി സമ്മതിച്ചു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിയേണ്ടത് കഴിഞ്ഞില്ലേ. നമോ രുദ്രായ മഹതേ ദേവായ ഉഗ്രായ മീഡുഷേ ശിവായ ന്യസ്തദണ്ഡായ തദണ്ഡായ മന്യവേ. ശിവനെ ഒന്ന് നമസ്കരിക്കുകയാണ് ദിതി. മഹത്തായിരിക്കുന്ന രുദ്രന് നമസ്കാരം. ഉഗ്രസ്വരൂപത്തോടു കൂടി മീഡുഷേ, അഭീഷ്ടത്തെ കൊടുക്കുന്ന ശിവന് നമസ്കാരം. ദുതദണ്ഡായ, എല്ലാവർക്കും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുന്നവൻ. തെറ്റ് ചെയ്തവർക്കല്ലേ ശിക്ഷ കൊടുക്കണ്ടോ. ധൃതദണ്ഡായ, ദണ്ഡെന്ന് പറഞ്ഞാൽ ശിക്ഷ നൽകുന്നവൻ. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. സനപ്രതീതതാംബാമോ ഭഗവാനുർവനുഗ്രഹ വ്യാതസ്യാപ്യനുകമ്പ്യാനാം സ്ത്രീണാം ദേവസ്വതീപതി. ഭാമ, സഹോദരിയുടെ ഭർത്താവും. ഉർവനുഗ്രഹ, ശിവൻ്റെ പത്നിയാണ് സതി. അപ്പം തൻ്റെ സഹോദരിയുടെ ഭർത്താവ് ആണ് ഒരു കണക്കിന്. ദിതിയുടെ സഹോദരി ഭർത്താവാണ് ശിവൻ. സഹോദരി സതി, സതിയുടെ ഭർത്താവ് ശിവൻ. ഉർവനുഗ്രഹ, മഹത്തായ അനുഗ്രഹത്തോടു കൂടിയവനും ദേവനും. സതീപതി, സതിയുടെ ഭർത്താവ്, സതിയാണ് ദിതിയുടെ സഹോദരി ആയ ആ രുദ്രൻ വ്യാധസ്യ അഭി, വ്യാധനും കൂടെ അനുകമ്പ പ്രചരിപ്പിക്കാൻ കഴിവുള്ളവനാണല്ലോ. ഭഗവാൻ ശ്രീരുദ്രൻ നിർദ്ദയനായ കാട്ടാളൻ കൂടി ദയാപൂർവം വിചാരിക്കുന്ന സ്ത്രീകളായ ഞങ്ങളുടെ നേരെ പ്രസാദിക്കണം. നിർദ്ദയനായ കാട്ടാളൻ കൂടി ഈ ഭഗവാനെ ഒരു നമശിവായ ജപിച്ച് തൻ്റെ പാപം തീർത്തു. എത്ര ആളെ കൊന്നുണ്ടാവും കാട്ടാളൻ, അത് വിഷയമല്ല. ഒറ്റ നമശിവായയിൽ ആ പാപം മുഴുവൻ പോകുമെന്നാണ് പറയും. പണ്ടൊരു കാട്ടാളൻ കണ്ണപ്പൻ്റെയൊക്കെ കഥ തന്നെ പറയും. പൂജാരി ദിവസേന ശിവനെ പൂജിക്കുന്ന കണ്ടപ്പോൾ ഇയാൾക്കൊരാഗ്രഹം ഒന്ന് പൂജിക്കണം. ഇത് തരാവില്ലല്ലോ, കാട്ടാളനെ എങ്ങനെയെങ്കിലും പൂജിക്കാൻ പറ്റുമോ? പണ്ടൊക്കെ ഒരു ദിവസം ഈ ശാന്തിക്കാരൻ വന്നില്ല. ഇപ്പം ഇദ്ദേഹത്തിന് എങ്ങനെയാണ് പൂജിക്കേണ്ടത് ഒന്നും അറിയില്ല. മണിയില്ല, കർപ്പൂരത്തട്ടില്ല, പൂജാപാത്രമില്ല, മന്ത്രങ്ങൾ അറിയോ അതുമില്ല. എന്നാലും ഭഗവാനെ ഒന്ന് പൂജിക്കണം. അങ്ങനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്യണ കണ്ടിട്ടുണ്ട് ഈ പൂജാരി. തൻ്റെ വായിൽ വെള്ളം നിറച്ച് ഭഗവാന്റെ തലയിലാണ് തുപ്പി. അത് ഭഗവാൻ എങ്ങനെ തോന്നിയിത്രേ? ഗംഗാജലം പോലെ പരിശുദ്ധമായിട്ട് തോന്നി എന്നാണ്. കാരണം അവന് മനഃശുദ്ധിയുണ്ട്. അവൻ എന്ത് പ്രവൃത്തി ചെയ്തോട്ടെ, ഒന്നും അറിയാണ്ടായിക്കോട്ടെ, മനസ്സിൽ കളങ്കമില്ലാത്തതുകൊണ്ട് അത് അംഗസ്യ കുറിച്ചായതേ ഒരു ശ്ലോകമുണ്ട് ശിവാനന്ദലഹരിയിൽ. അപ്പം എന്ത് ചെയ്തു വെച്ചാൽ ഭഗവാനെ നേദിക്കണം. കാട്ടാള സ്ത്രീ കടിച്ചു വലിക്കണ മാംസകഷ്ണാത്രേ ശിവന് നേദിച്ചത്. അത് അമൃതം പോലെ ഭഗവാൻ സ്വീകരിച്ചു എന്നാണ്. അപ്പം ശിവൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തൻ്റെ ഒരു കണ്ണങ്ങോട്ട് വീഴ്ത്തി എന്നാണ്. ഈ കാട്ടാളന് സംശയം കൂടാതെ തൻ്റെ കണ്ണെടുത്ത് ശിവനാണ്ട് വെച്ചു. തനിക്ക് കണ്ണ് കണ്ടില്ലെങ്കിലും തൻ്റെ ഭഗവാൻ കണ്ണ് കാണാണ്ടാവാൻ പാടുമോ?
അപ്പം ശിവൻ പരീക്ഷിക്കാൻ വേണ്ടി മറ്റേ കണ്ണു വീഴ്ത്തി. അപ്പോൾ മറ്റേ കണ്ണ് ചൂഴ്ന്ന് അവിടെ വെക്കുമ്പോൾ ഒരു സംശയം, ഇതെവിടെ വയ്ക്കുക? തനിക്ക് കണ്ണുണ്ടെങ്കിലല്ലേ ശിവനെ നോക്കിയിട്ട് വയ്ക്കാൻ പറ്റൂ. താനും തെറ്റിയ ഭഗവാൻ അവങ്ങിയാവില്ലേ? അപ്പം എങ്ങനെ ഇപ്പോൾ അടയാളം നോക്കിയിട്ട് കണ്ണ് വയ്ക്കുക? ആ ഒരു സംശയമേ കാട്ടാളിനുണ്ടായുള്ളൂ. മറ്റേ കണ്ണ് എടുക്കണതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഒരു സൂത്രം കണ്ടെത്തി. തൻ്റെ കാലുകൊണ്ട് ചവിട്ടി കണ്ണിൻ്റെ അടയാളം അങ്ങോട്ട് പിടിച്ചു. ഒരു കീറ ചെരുപ്പ് ഇട്ടിട്ടാണ് ചവിട്ടിയത്. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് തൻ്റെ മാറ്റേ കണ്ണും വെച്ചാണ് കൊടുത്തു. 2 കണ്ണ് തൻ്റെ പോയാലും ഭഗവാൻ കണ്ണ് കാണാണ്ട് നടക്കരുത്. ഇപ്പം ഭഗവാൻ കണ്ണ് തുറന്ന് അവനെ അനുഗ്രഹിച്ച കഥ പ്രസിദ്ധ കഥയാണ്. എവിടെ ശുദ്ധം നിൽക്കണം, എവിടെ അശുദ്ധം നിൽക്കണം, ഒക്കെ മനസ്സാണ്. അംഗസ്യ കൂർച്ചായതേ, ആ ചെരുപ്പിട്ട് ചവിട്ടിയത് ഭഗവാന് ദർഭപ്പുല്ലുകൊണ്ട് കർമ്മം പൂജയിൽ ചെയ്യണത് പോലെ തോന്നി എന്നാണ്. എന്ത് ശുദ്ധം, ഈ ശുദ്ധമൊക്കെ കേമായൊക്കെ ആയോ? നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ മനസ്സാണ് എല്ലാറ്റിനും പ്രമാണം. മനസ്സ് ശുദ്ധമായാൽ ബാക്കിയൊക്കെ ശുദ്ധമാവും. മനസ്സ് ശുദ്ധമല്ലാതെ നമ്മളെത്ര ശുദ്ധമായിട്ടും ഒരു കാര്യമില്ല. വളരെ പ്രസിദ്ധ നമ്മുടെ ഇപ്പം കാട്ടാളൻ കൂടെ ദയാപൂർവം ഭജിക്കണു, അറിവ് വേണ്ട, നീചകർമ്മങ്ങൾ ചെയ്തോട്ടെ, അവൻ കൂടി ഭജിച്ച് അവർക്ക് അവന് അനുഗ്രഹം കൊടുക്കുന്ന ഭഗവാനെ ഇവിടെ സൂചിപ്പിച്ചതാണ്. കഥയൊക്കെ സന്ദർഭവശാ പറഞ്ഞു എന്നേ ഉള്ളൂ. സനപ്രസീദതാം ഭാമോ ഭഗവാൻ അനുഗ്രഹ. സഹോദരി ഭർത്താവായിട്ടുള്ള ശിവൻ എന്നെ ശിക്ഷിക്കരുതേ, ചെയ്ത തെറ്റിന് ശിക്ഷിക്കരുതേ. വ്യാതസ്യാപ്യനുകമ്പാനാം, വ്യാതൻ കാട്ടാളൻ്റെ നേരെ കൂടി പ്രസാദിക്കുന്ന കരുണാമയനായിട്ടുള്ള ഭഗവാൻ. ശുദ്ധോ അശുദ്ധോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് സർവേശ്വര എനിക്ക് ദോഷം ഉണ്ടാവരുത്. സ്ത്രീണാം ദേവസതീപതി, ഞങ്ങളുടെ നേരെ പ്രസാദിക്കണേ, അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്തു. മൈത്രേയ ഉവാച സ്വസർഗസ്യ ശിഷം ലോക്യാമാശാസാനാം പ്രവേപതിം നിവൃത്തസന്ധ്യാനിയമോ ഭാര്യാമാഹ പ്രജാപതി. സ്വസർഗസ്യ തൻ്റെ സന്താനത്തിന്, ലോക്യാം ലോകഹിതമായിരിക്കുന്ന ആശിസിനെ ആശാസാനാം പ്രാർത്ഥിക്കുന്നവളും. എന്തായാലും അരുതാത്തത് ചെയ്തു, ഇനിയിപ്പോൾ പ്രസവിക്കാതെ നിവൃത്തിയില്ല, ആ കുട്ടിയെ മൂലം സന്താനം നിമിത്തം ദോഷം ഉണ്ടാവരുത് എന്ന് അവൾ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രവേപതിയും, അധികം വിറയ്ക്കണു. തെറ്റ് ചെയ്ത പണ്ടൊക്കെ വലിയ പേടി, അന്നത്തെ പോലെയില്ല. വല്ലാതെ ഭയം അവളെ സ്ഥിതിയെ ബാധിച്ചു. ആ ഭാര്യയോട്, വിറയ്ക്കുന്നതായിട്ടുള്ള ഭാര്യയോട്, ഭാര്യ പ്രജാപതി ആഹ, കശ്യപൻ പറഞ്ഞു, ദിതി അരുതാത്തത് ചെയ്തു കഴിഞ്ഞു, വരേണ്ടത് വരും എന്നുള്ളത് ഉറപ്പാണ്. അതിനെക്കുറിച്ച് ലേശം വിഷമം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ചെയ്ത കർമ്മ ഉപ്പ് തിന്നാ വെള്ളം കുടിക്കണല്ലോ. കശ്യപ ഉവാച അപ്രായത്യാദാത്മനസ്തേ ദോഷാൻ മൗഹൂർത്തികാദുത മത് നിദേശാതിചാരേണ ദേവാനാഞ്ചാതി കേളനാത്. ദിതി തേ ആത്മന, നിൻ്റെ ആത്മാവിൻ്റെ അപ്രായത്യാത് വണക്കമില്ലാത്തത് കൊണ്ട്. ആത്മാവ് മനസ്സ്, എൻ്റെ സ്വഭാവം. ആത്മാവ് പല അർത്ഥമാണ്. സന്ദർഭത്തിനനുസരിച്ച് ആത്മാവിന് ശരീരം എന്നർത്ഥം കൂടി വരും ചിലപ്പോൾ, പ്രയോഗത്തിനനുസരിച്ച്. അപ്പം നിൻ്റെ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒതുക്കമില്ലായ്മ കാരണം അപ്രായത്യാത് എന്ന് പറഞ്ഞാൽ വണക്കമില്ലാത്തത്, മൗഹൂർത്തികാത് ചെറിയൊരു നേരത്തെ അശ്രദ്ധ കാരണം. ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് ചെറിയൊരു അശ്രദ്ധ വന്നാൽ എത്രയോ ആളുടെ ജീവൻ അപകടത്തിലാവും. ആ അശ്രദ്ധ ആരും ക്ഷമിക്കാനോ തിരുത്താനോ ഒരാൾ ലോകത്തിലില്ല. ഉണ്ടോ? വന്നത് വരെ. അതുപോലെ തന്നെയാണ് ഈ പ്രവൃത്തികളൊക്കെ. വന്നുപോയി എന്ന് പറഞ്ഞിട്ട് മാപ്പ് അപേക്ഷിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല, നമ്മൾ മനസ്സിലാക്കണം. വരാതെ ഇരിക്കുക. പിന്നെ ചെയ്യാവുന്നത് ഗായത്രി ചൊല്ലുക, നാരായണനാമം ജപിക്കുക. അതാണ് ചെയ്ത തെറ്റിൻ്റെ ദോഷമില്ലാണ്ടാവാൻ മാർഗങ്ങൾ.
മുഹൂർത്തി ഒരു നേരത്തെ തെറ്റാണ് ചെയ്തത്. മന്നിദേശാതിചാരേണ, എൻ്റെ ആജ്ഞയെ നീ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ വേണ്ട ദിദീന്ന് ഞാൻ പറഞ്ഞതാണ്, ഇത് തെറ്റാണ്, സന്ധ്യ കഴിഞ്ഞിട്ടാവാം എന്ന് പാലിക്കാതെ മന്നിദേശ അതിചാരേണ, എൻ്റെ ആജ്ഞയെ മറികടന്ന് നീ അതിൽ പ്രവർത്തിച്ചു. അത് ദേവന്മാരെ അവഹേളിക്കലാണ്. സന്ധ്യയെ അവഹേളിച്ചാൽ ദേവന്മാരെ അവഹേളിച്ചതിന് തുല്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും കൂടി ഇവിടെ വിവരണം, അല്ലെങ്കിൽ ഇത്രയും അറിയേണ്ട ആവശ്യമില്ലല്ലോ. 6, 8, 7 സന്ധ്യയ്ക്ക് തീർച്ചയായിട്ടും എല്ലാറ്റിനും വിരമിച്ച് ഈശ്വര വിചാരം ചെയ്യണം. ഉറങ്ങരുത്, ഭക്ഷണം കഴിക്കരുത്, പരദൂഷണം പറയരുത്, വേണ്ടാത്തത് കാണരുത്, വേണ്ടാത്തത് കേൾക്കരുത്. ദേവഹേളനാഥ്, ദേവന്മാരെ അവഹേളിക്കലാവും അത്. അതിഹേളനാഥ്, ആ കേളനം നീ ചെയ്തത് കൊണ്ട് അഭദ്രേ, അമംഗളേ, നിനക്ക് തവ അഭദ്രൗ, അമംഗളം സംഭവിക്കും. എന്താ സംഭവിക്കുക? ജഡരാധമൗ, അധമന്മാരായ 2 പുത്രന്മാർ ജനിക്കും. ഔ എന്ന് പറഞ്ഞാൽ 2 എന്നർത്ഥം. 2 പുത്രന്മാർ എന്ന് വേറെ പറയണ്ട, ക്രിയ നോക്കിയാൽ പണ്ട് സബ്ജക്റ്റ് അറിയാം. ജഡരാധമൗ, ജഡരാധമ എന്നാണ് ഒരാളാച്ച പറയുക. അപ്പം എത്ര പുത്രന്മാർ ജനിക്കും? 2 പുത്രന്മാർ ഇരട്ടയായിട്ട് നിനക്ക് ജനിക്കും. ഭവിഷ്യത, അവർ ദുഷ്ടന്മാരാവും. ഏ ചണ്ഡി, ഉഗ്രസ്വഭാവമുള്ളവളെ, ഭയങ്കരി, ശിവനെ അവഹേളിക്കാനും സന്ധ്യയെ അവഹേളിക്കാനും നിനക്ക് തോന്നിയല്ലോ. എങ്ങനെ സാധിച്ചു നിനക്കിത് എൻ്റെ പത്നിയായിട്ട്? ചണ്ഡി എന്നുള്ള വിളിക്കുക, അതൊക്കെയാണ് അർത്ഥം. സപാലാൻ 3 ലോകാൻ, 3 ലോകങ്ങളെ പാലിക്കുന്ന, 3 ലോകങ്ങളെ പാലിക്കുകയല്ല, ദ്രോഹിക്കുക. 3 ലോകങ്ങളെ ആക്രന്തയിഷ്യത, ദ്രോഹിക്കുന്ന ദുഷ്ടന്മാരായിട്ടാണ് നിനക്ക് 2 പുത്രന്മാരുണ്ടാവുക. 3 ലോകങ്ങളെയും ദ്രോഹിക്കും, 2 പേർ കരയിക്കുന്നർത്ഥം. ആക്രന്തയിഷ്യത, ഈ ലോകത്തിന് ഉപദ്രവകാരികളായ 2 പുത്രന്മാർ തീർച്ചയായിട്ടും നിനക്കുണ്ടായേ പറ്റൂ. അത് അനുഭവിക്കേണ്ട വഴിയില്ല. ശാപമൊന്നുമല്ല, അത് ശാപമയല്ല, അത് വിചാരിക്കേണ്ട. ഉണ്ടാവാൻ പോണ കാര്യം മുൻകെ കൂട്ടി പറഞ്ഞു കശ്യപൻ, ഇത്രയേ ഉള്ളൂ. കശ്യപൻ തൻ്റെ പത്നിയെ ശപിച്ചിട്ടൊന്നുമില്ല, ഉണ്ടാവാൻ പോകുന്ന കാര്യം പറഞ്ഞതാണ്. ശപിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാവുക, ശപിച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാവുക. വേണ്ടാന്ന് വിചാരിച്ചാലും ഉണ്ടാവാതിരിക്കാനും പോകുന്നില്ല, കാരണം ചെയ്തു തെറ്റ്. സന്ധ്യാസമുത്പാദന കഷ്ടചേട്ടോ, സന്ധ്യ എന്തിനുള്ളതാണെന്ന് നോക്കാതെ ദിതി പ്രവർത്തിച്ചതിൻ്റെ ബലമാണ്, നോക്കണം. പ്രാണിനാം ഹന്യമാനാനാം ദീനാനാം അകൃതാഗസാം സ്ത്രീണാം നിഗൃഹ്യമാണാനാം കോപിതേഷു മഹാത്മസു. അകൃതാഗസാം, ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികൾ, ദീനാനാം പാവങ്ങൾ, ഹന്യമാനാനാം ഹനിക്കപ്പെടുന്നവരുമായ, ദീനാനാം ദുഃഖിതന്മാരും ഹനിക്കപ്പെടുന്നവരും ആയ, പ്രാണിനാം പ്രാണികളുടെ, നിഗൃഹ്യമാണാനാം ബലാത്കാരേണ ബന്ധിക്കപ്പെടുന്ന, ഇതിനേറ്റം ചെയ്യാൻ പോണ പ്രവൃത്തികളൊക്കെയാണ്. മഹാത്മസു, മഹാത്മാക്കൾ. അടുത്ത ശ്ലോകം, 2 ശ്ലോകം കൂട്ടിയിട്ടാണ് ആശയം പൂർണ്ണമാവുക. തഥാ വിശ്വേശ്വര, ലോകഭാവന, ലോകത്തെ പരിപാലിക്കുന്നവനും വിശ്വേശ്വര, വിശ്വങ്ങളുടെ ഈശ്വരനുമായ ഭഗവാൻ ശ്രീനാരായണൻ ക്രോധിച്ചിട്ട് അവതരിച്ചിട്ട് ശതപർവതൃക്ക്, വജ്രായുധത്തെ ധരിച്ചവനെ പോലെ, ഇന്ദ്രനെ പോലെ. ഇന്ദ്രൻ പർവ്വതത്തെ ചിറക് വെട്ടി പണ്ട് നശിപ്പിച്ച പോലെ ഹനിഷ്യതി, സംഹരിക്കും. നീ ചെയ്ത തെറ്റിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം. അതുകൊണ്ട് നിനക്ക് വളരെ ദുഷ്ടന്മാരായിട്ട് പാവങ്ങളെ ദ്രോഹിക്കുന്ന, നിരപരാധികളെ ദ്രോഹിക്കുന്ന 2 പുത്രന്മാരുണ്ടാവും.
അവരെ ആരായിരിക്കും ഹനിക്കുക? തഥാ വിശ്വേശ്വര ഭഗവാൻ ലോകഭാവന, വിശ്വേശ്വരനായിരിക്കുന്ന ലോകഭാവനായിരിക്കുന്ന ഭഗവാൻ ഹനിഷ്യതി, ഈശ്വരൻ്റെ കൈകളാൽ കൊല്ലപ്പെടും എന്നൊരു അനുഗ്രഹം തരാൻ കഴിയും. കൊല്ലാതിരിക്കാൻ പറ്റില്ല, കൊല്ലപ്പെടാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഭഗവാന്റെ കൈ കൊണ്ട് മരിച്ചാൽ അപ്പോഴും മോക്ഷം തന്നെ അല്ലേ, ഗുണമല്ലേ കിട്ടുള്ളൂ. എങ്ങനെയായാലും മരിക്കണം, അത് ഭഗവാന്റെ കൈ കൊണ്ടാവാം എന്നൊരു തിരുത്തൽ, ഒരു പ്രാർത്ഥന, ഒരനുഗ്രഹം ഞാൻ നിനക്ക് തരാം. ഹനിഷ്യത് അവതീര്യാസോ, അവതരിച്ചു കൊണ്ട് ഭഗവാൻ വരാഹസ്വരൂപം സ്വീകരിച്ചിട്ടാണ് ഇവിടെ അവതാരം ഉണ്ടായത്. യഥാദ്രീൻ ശതപർവതൃക്ക്, ശതപർവതൃക്ക് ഇന്ദ്രൻ, ഇന്ദ്രൻ വജ്രായുധം ധരിച്ച് എപ്രകാരം പർവ്വതത്തെ നശിപ്പിച്ചുവോ. പണ്ട് ഈ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായത് കാരണം എല്ലാ ദിക്കിലേക്കും ഇത് പറന്നു ഉപദ്രവം ഉണ്ടാക്കുക അത്രേ. പറക്കാണ്ട് തന്നെ ഇപ്പോൾ ഉരുൾപൊട്ടലും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഇനി പറക്കാനും കൂടി തുടങ്ങിയാലോ. അങ്ങനെ ഒരു കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ഇന്ദ്രൻ ചിറക് വെട്ടി, എല്ലാ പർവ്വതങ്ങളിലും ചിറക് വെട്ടി ഓരോ സ്ഥാനത്ത് സ്ഥാപിച്ചു. എന്നിട്ട് തന്നെ ഇപ്പോൾ ഉരുൾപൊട്ടലും അതും ഇതും കാരണമല്ലേ ഇപ്പോൾ വയനാട്ടിൽ എത്ര ദുരന്തം ഉണ്ടായി. അപ്പോൾ ഈ പർവ്വതങ്ങൾ പൊതുവേ അത്ര നിരുപദ്രവികളല്ല. ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ജനങ്ങൾക്കൊരു എപ്പോഴും ഭീഷണിയാണ് പർവ്വതങ്ങളായിട്ട്, അങ്ങനെയാണ് കാണുന്നത് അനുഭവങ്ങൾ നോക്കുമ്പോഴേ. അപ്പോൾ ഇന്ദ്രനാണ് ഇവയെ കുറച്ചെങ്കിലും ഒരു ഭാഗത്ത് ഒതുക്കിയിരുത്തിയത് എന്നാണ് പറയണത്. അപ്പം അതുപോലെ ആ ഭഗവാൻ നമ്മുടെ മക്കളെ കൊല്ലും, അതുകൊണ്ട് അവരുടെ പാപം പോവും, കുഴപ്പമൊന്നുമില്ല. ദിതിരുവാച വദം ഭഗവതാ സാക്ഷാ സുനാഭോദാരബാഹുന ആശാസേ പുത്രയോർമയ്ക്കമ്മ ക്രുദ്ധാത് ബ്രാഹ്മണ വിഭോ. ഇപ്പം ദിതി ഒന്നും കൂടി ചോദിച്ചു. സുനാഭോദാര ബാഹുന, ചക്രം കയ്യിൽ ധരിച്ച്, സുനാഭൻ ചക്രം, ചക്രധരനായിരിക്കുന്ന ഭഗവാൻ സാക്ഷാത് ഭഗവാനാൽ മഹ്യം പുത്രയോ, എൻ്റെ പുത്രന്മാരുടെ വധം ആശാസേ, നല്ല തന്നെ, സംശയമില്ലല്ലോ. എന്തായാലും മരിക്കണം, ഭഗവാന്റെ കൈ കൊണ്ട് വച്ചാൽ തീർച്ചയായിട്ടും അതോടുകൂടി കർമ്മങ്ങളുടെ അവസാനമാണ്. പിന്നെ ജനിക്കും മരിക്കും സംസാരത്തിൽ ദുഃഖിക്കും വേണ്ടല്ലോ, എന്നാൽ ഭഗവാന്റെ കൈ കൊണ്ടായിക്കോട്ടെ, അതെനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു ദിതി. വിഭോ, അല്ലയോ നാഥ, ക്രുദ്ധാത് ബ്രാഹ്മണാത്, കോപിച്ചിരിക്കുന്ന ബ്രാഹ്മണനിൽ നിന്ന് വധം ഭവിക്കരുത്, അതാണ് പറഞ്ഞത്. ബ്രാഹ്മണ ശാപം കൊണ്ട് മരിച്ചാൽ പിന്നെയും നരകാത്രേ. ബ്രാഹ്മണനെ ഇപ്പോൾ ഇവിടെ താഴ്ത്തുകയാണോ എന്ന് വെച്ചില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടില്ല, അതല്ല അതിൻ്റെ അർത്ഥം. ബ്രാഹ്മണശാപം അത്ര ശക്തമാണെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഭഗവാന്റെ ദ്വാരകയടക്കം ബ്രാഹ്മണശാപം കൊണ്ടല്ലാണ്ടായി. അതുകൊണ്ട് ബ്രാഹ്മണശാപത്താൽ എൻ്റെ കുട്ടികൾ എന്തായാലും കൊല്ലപ്പെടരുതേ. ഈശ്വരൻ്റെ കൈ കൊണ്ട് കൊന്നപ്പെട്ടതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല. ഭഗവാനെ കണ്ടിട്ടാണ് മരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഭാഗ്യം എന്താ ഉള്ളത് എന്ന് ദിതി യശുവിനോട് ചോദിച്ചു. അങ്ങനെ ആവാം. വധം ഭഗവതാ സാക്ഷാ സുനാഭം എന്ന് പറഞ്ഞാൽ ചക്രം കയ്യിലുള്ള ഭഗവാൻ സുനാഭോദാര ബാഹുന, ചക്രധരൻ, അത് വളരെ നല്ലതാണ്. ആശാസയെ, ഞാനതിന് ആശാസ്യമായിട്ട് വിചാരിക്കണു, അതൊട്ടും അനഭിലഷണീയമല്ല. പക്ഷേ എന്തുകൊണ്ട് മരിക്കരുത്? ബ്രാഹ്മണ ശാപത്താൽ എൻ്റെ കുട്ടികൾ എന്തായാലും മരിക്കാൻ പാടില്ല. പുത്രയോർമയ്ക്കം മാ ക്രുദ്ധാത് ബ്രാഹ്മണാത് വിഭോ, ക്രോധിച്ച ബ്രാഹ്മണനിൽ നിന്ന് വധം ഉണ്ടാവരുതേ, ശപിച്ചാലേ. ന ബ്രഹ്മദണ്ഡദഗ്ധസ്യ ന ഭൂതഭയദസ്യ ച നാരകാച്ചാനുഗൃഹന്തിയാം യാം യോനിമസൗ ഗത. ബ്രഹ്മദണ്ഡദഗ്ധസ്യ, ബ്രാഹ്മണശാപത്താൽ ദഹിച്ചവൻ്റെ, ബ്രാഹ്മണ ധർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ടെച്ചാൽ അതിന് ശക്തി ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്, അതിനൊരു സംശയവും വേണ്ട. ആ ധർമ്മം അനുഷ്ഠിക്കാതെ കണ്ടാണ് അവർ പരിഹാസ്യരായി തീരുന്നത്. ബ്രാഹ്മണധർമ്മം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണനെ നമസ്കരിക്കണം എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. നമസ്കരിച്ചാൽ ഗുണമുണ്ടാവും, അദ്ദേഹം ക്രുദ്ധിച്ചാൽ നമുക്ക് ദോഷവും ഉണ്ടാവും. ഇത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഈ ബ്രാഹ്മണരെ ഇങ്ങനെ ഇടയ്ക്ക് കുറ്റം പറയണത് ഒരിക്കലും ബ്രാഹ്മണ്യം എന്ന അവസ്ഥയല്ല കുറ്റം പറയണതെന്ന് ഓർക്കണം. ബ്രാഹ്മണ്യം എന്ന അവസ്ഥ തീർച്ചയായിട്ടും ശ്രേഷ്ഠം തന്നെയായിട്ടാണ് എവിടെയും പറയണുള്ളൂ, ഭഗവാനും അങ്ങനെ പറയണുള്ളൂ. പക്ഷെ ആരാണ് ബ്രാഹ്മണൻ എന്നാണ്. സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് ബ്രാഹ്മണനാവണമെന്നില്ല, അതല്ല ബ്രാഹ്മണ്യത്തിൻ്റെ മാനദണ്ഡം, അത്രയേ ഉള്ളൂ. ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അത് ഈശ്വരീയത എന്ന് പറയാം, ഇന്നത്തെ ഭാഷയിൽ ചുരുക്കി പറയാച്ചാൽ. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ മനസ്താപം നേടിയാൽ
ബ്രാഹ്മണശാപത്താൽ ദയിച്ചവൻ ഭൂതഭയദസ്യ ഭൂതങ്ങൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നവൻ്റെയും നേരെ നരകവാസികൾ കൂടെ അനുകമ്പ കാണിക്കില്ല. ബ്രാഹ്മണശാപത്താൽ ദയിച്ചവനെയും എല്ലാ ജനങ്ങൾക്കും ഭീഷണിയായവനെയും കുറിച്ച് ഒരാളും ദുഃഖിക്കില്ല എന്ന് ചുരുക്കം. നരകവാസികൾ പോലും അവൻ്റെ നേരെ ദുഃഖിക്കില്ല എന്ന് പറഞ്ഞാൽ നരകവാസികൾ അവരുടെ പോലെയാണല്ലോ, സഹവാസികളല്ലേ. ആ ഒരു കാരുണ്യം അവർക്കും കൂടി ഉണ്ടാവില്ല. എവിടെ ജനിച്ചാലും അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവില്ല ബ്രാഹ്മണശാപം ഏറ്റവർക്ക്. ന ബ്രഹ്മദണ്ഡദഗ്ധസ്യ ന ഭൂതഭയദസ്യ ച ഭൂതങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നവനും ബ്രാഹ്മണശാപം നേടിയവനും ആയ ഒരുത്തനെ ആരും പിന്താങ്ങില്ല, അവൻ്റെ ഭാഗത്ത് ആരും ഉണ്ടാവില്ല. നാരകാച്ചാനുഗിണ്ണന്തി അഞ്ഞാം യോനിമസൗഗത ഏത് ജന്മത്തിലും അവന് ദുരിതമായിരിക്കും. ഏത് ജന്മമായിക്കോട്ടെ, മനുഷ്യനോ ദേവനോ ഗന്ധർവനോ മനുഷ്യനിലും താഴേതോ ഏത് ജീവജാലങ്ങളായിട്ട് ജനിച്ചാലും അവന് സ്വസ്ഥത ഇല്ല. അത്ര കേമാണ് പണ്ടത്തെ ഈ ബ്രാഹ്മണശാപം. അപ്പോൾ ബ്രാഹ്മണ ബഹുമാനമില്ല എന്ന് പറയാൻ പറ്റില്ല. കശ്യപ ഉവാച കൃതശോകാനുതാപേന സത്യപ്രത്യവിമർശനാൻ ഭഗവത്യുരുമാനാച്ച ഭവേ മയ്യപിചാദരാത്. കൃതശോകാനുതാപേന ഭർത്താവായിട്ടുള്ള കശ്യപൻ പറഞ്ഞു, ചെയ്ത ദുഃഖത്തെക്കുറിച്ച് നിനക്ക് പശ്ചാത്താപം ഉണ്ടായല്ലോ, അത് വളരെ വലിയൊരു കാര്യമാണ്. ചെയ്തിട്ടിപ്പോൾ പശ്ചാത്തപിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ദുഃഖിച്ചാൽ അത് തന്നെ പശ്ചാത്താപമാണ് എന്നാണ്. ആ ചെയ്തത് തെറ്റായിട്ടോ, വേണ്ടിയിരുന്നില്ല എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുഃഖിച്ചാൽ അതാണ് ഏറ്റവും വലിയ പശ്ചാത്താപം എന്നാണ്. പശ്ചാത്താപം പ്രായശ്ചിത്തം. വേറൊരു പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ മനസ്സിൽ അതിങ്ങനെ തോന്നിയാൽ അത് പരിഹാരമായി, ചെയ്തത് തെറ്റായി, വേണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുകയാണ് കൃതശോകാനുതാപേന ദിതി, നിൻ്റെ ചെയ്ത കൃത്യം തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയില്ലേ, മതി, ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഭഗവാൻ രക്ഷിച്ചോളും. സത്യപ്രത്യവമർശനാത് വേണ്ടുന്ന വിധം ആലോചന ചെയ്ത തെറ്റിനെ നീ തിരുത്തി ന്യായീകരിക്കുകയല്ല ചെയ്തത്, അതുകൊണ്ട് നിനക്ക് ഗുണമുണ്ടാവും, സാരില്ല. ഭഗവതി ഭവേ, ഭവൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. സംസാരം എന്നൊരർത്ഥമുണ്ട്, ഉണ്ടാവാൻ പോകുന്നത് എന്നൊരർത്ഥമുണ്ട്, ഭാവിഡൻസ്, പല അർത്ഥങ്ങളാണ്. ഇവിടെ ശിവനാൽ ഒരു മനാത്, ഭാഗവതമൊന്നും ശിവനെ ഒരിക്കലും താഴ്ത്തില്ല, അതാ ഭാഗവതത്തിൻ്റെ പ്രത്യേകത. ദേവിയും താഴ്ത്തില്ല, ശിവനെയും താഴ്ത്തില്ല. വിഷ്ണു മാഹാത്മ്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ശിവനെയോ മറ്റ് ദേവനെ താഴ്ത്താത്ത ഗ്രന്ഥമാണ് ഭാഗവതം. അതാണ് ഈ ഭാഗവതം പിന്തുടരുന്നവർക്ക് ഒരു തെറ്റും പറ്റില്ല എന്ന് പറഞ്ഞത്, ഒരു അബദ്ധവും അവർക്ക് സംഭവിക്കില്ല. ശിവനെ ഒരിക്കലും താഴ്ത്തി കണ്ടിട്ടില്ല. ഭവേ, ഭഗവാനായ ശിവനാൽ ഒരു മനാത്, മഹത്തായ ബഹുമാനം ഉണ്ടായതുകൊണ്ടും. ശിവൻ്റെ നേരെ നിനക്ക് ബഹുമാനമാണല്ലോ ഉണ്ടായത്. തെറ്റ് ചെയ്തുവെങ്കിലും ഭയം ഉണ്ടായി, ഭഗവാനേന്ന് വിളിച്ചില്ലേ, അതുകൊണ്ട് നിനക്ക് രക്ഷ കിട്ടും. മൈ അപി, ഭർത്താവായ എന്നിലും നിനക്ക് ആദരവുണ്ടായി. അത് സ്ത്രീകൾക്ക് എപ്പോഴും ശ്രേയസ്സാണ്. മൈ അപി ആദരാത്, എന്നോടും അവജ്ഞയല്ലല്ലോ തോന്നിയത്, അതുകൊണ്ട്. പുത്രസ്യ പുത്രാണാം, പുത്രന്മാരുടെ മധ്യത്തിൽ ഏക ഒരുത്തൻ. പുത്രസ്യ പുത്രാണാം, പുത്രൻ്റെ പുത്രന്മാരുടെ ഇടയിൽ ഒരാൾ. ഏക ഒരുത്തൻ സദാം മത, സത്തുക്കൾക്ക് സമ്മതനായിട്ട് ഭവിക്കും. അത് പ്രഹ്ലാദനാണ്. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവാണല്ലോ ജനിച്ചത്, രണ്ടാൾ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ പ്രഹ്ലാദൻ അതിഭക്തനായി മാറി. അതെങ്ങനെയാന്ന് നമുക്ക് സംശയം വരും. അസുരൻ്റെ പുത്രനെ എങ്ങനെ ഭക്തനാവുക? സദാ വിഷ്ണു വിദ്വേഷമാണ് കേൾക്കുന്നത്, എന്നിട്ട് ഭക്തനായത് ഈ ഒരു അനുഗ്രഹമുണ്ട് കശ്യപൻ്റെ. ദിതി, ആ ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരുടെ പുത്രൻ ഒരാൾ ഭക്തനായി ഭഗവാനെ സ്തുതിക്കും എന്നും കൂടി ഒരു അനുഗ്രഹം ഞാൻ നിനക്ക് തരുന്നു. ഭഗവാനായിട്ടുള്ള ശിവനിൽ ബഹുമാനമുള്ളത് കൊണ്ടും ചെയ്ത തെറ്റാണ് എന്ന് പശ്ചാത്തപിച്ചത് കൊണ്ടും ഭഗവാന്റെ കൈകൊണ്ട് നിൻ്റെ പുത്രന്മാർ വധിക്കപ്പെടും എന്നല്ല, ആ പുത്രന്മാരുടെ പരമ്പരയിലൊരു പുത്രൻ അതിഭക്തനായിട്ട് ലോകപ്രശസ്തനാവുകയും ചെയ്യും.
ഇത് കശ്യപൻ്റെ അനുഗ്രഹമാണ്. കൃതശോകാനുതാപേന സദ്യപ്രത്യവമർശനാൻ ഭഗവത് തുരുമാനാച്ച ഭവേമയ്യഭിചാതരാൻ. ശിവനിൽ ബഹുമാനവും ചെയ്ത തെറ്റിൽ പശ്ചാത്താപവും ഉള്ളതുകൊണ്ട്, എന്നോട് ആദരവും ഉണ്ടായതുകൊണ്ട് നിനക്ക് എന്തുണ്ടാവും? പുത്രന്മാർ ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെടും ചെയ്യും. അതിലൊരു പുത്രൻ അതീവ ഭക്തനും ആവും. ആണ് പ്രഹ്ലാദൻ. അപ്പോൾ ഈ അനുഗ്രഹമാണ് പ്രഹ്ലാദനെ ഭക്തനാക്കാൻ കാരണം. അല്ലെങ്കിൽ അതിന് കാരണമില്ല. കാരണം വിഷ്ണു വിരോധമാണ് കേൾക്കുന്നത്. ഹിരണ്യകശിപു വിഷ്ണു വിരോധം അല്ലാണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും പുത്രനെ എങ്ങനെ ഭക്തനായി? ഈ അനുഗ്രഹം കൊണ്ട്. പുത്രസേവതു പുത്രാണാം, പുത്രൻ്റെ പുത്രൻ, പുത്രസേവ പുത്ര, പുത്രൻ്റെ പുത്രൻ. ഭവിതൈക സദാമതാ ഗാസ്യന്തി യദ്ദശ ശുദ്ധം ഭഗവത് ദശസാസമം. അപ്പോൾ ഒരു ജന്മത്തിൽ ഒരാൾ ചെയ്ത പ്രവൃത്തിയുടെ ബലം, നല്ലതായാലും ചീത്തയായാലും എത്രയോ ജന്മം കീഴ്പ്പെട്ടും കൂടി ഉണ്ടാവും എന്നാണ് പറയണത്. ഇപ്പം ചെയ്ത പ്രവൃത്തി ഇപ്പട്ടിനെ കണ്ടുകൊള്ളണമെന്നില്ല, കണ്ടുകൂടാന്നില്ല. ചിലപ്പോൾ കുറച്ച് ജന്മങ്ങൾക്ക് ശേഷം ആ പരമ്പരയിൽ കാണാം എന്നാണ് ഈ ചെയ്ത സൽക്കർമ്മങ്ങൾ. ഇപ്പം കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിന് ഫലമില്ല എന്ന് വിചാരിക്കേണ്ട. അപ്പം ആരെങ്കിലുമൊക്കെ ചെയ്ത സൽക്കർമ്മം ആയിരിക്കാത്ര ഇടയ്ക്ക് നമ്മൾ സുഖമായിട്ട് അനുഭവിക്കണത്. ദുഃഖമായിട്ട് അനുഭവിക്കണതോ അവർ ചെയ്ത ദുഷ്കർമ്മമാണ്. അത് നമുക്ക് അനുഭവിക്കും എന്ന് ഇവിടുന്ന് വരുന്നു. ശരിക്കും അതിന് ന്യായമൊന്നുമില്ല. നമ്മൾ ചെയ്യാത്ത തെറ്റിന് പക്ഷെ അത് നിവൃത്തിയില്ല. അങ്ങനെയാണത്രേ അതിൻ്റെ റൂള്. നല്ലതുണ്ടച്ച ചീത്തയുണ്ടല്ലോ. അപ്പം ആരെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ബലമാണ് നമ്മൾ ദുഃഖമായിട്ടും രോഗമായിട്ടും അനുഭവിക്കണം. അതാണ് ജന്മാന്തര കൃതം പാപം വ്യാധി രൂപേണ ജായതേ. വളരെ ശരിയാണ്. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ജനിക്കുന്നത്. തന്നെ രോഗിയായിട്ട് ജനിക്കണു ചിലർ. എന്താ കാരണം? കാരണമൊന്നും ഒരു മെഡിക്കൽ സയൻസിനും പറയാൻ പറ്റില്ല. നമ്മുടെ ആൾക്കാർക്ക് മാത്രമേ പറയാൻ പറ്റൂ. ദുഷ്കർമ്മമാണ്. എന്തായാലും അങ്ങനെ കുറച്ചും കൂടി ഭാവി കാര്യങ്ങൾ പറയണം തുടർന്നുള്ള ശ്ലോകത്തിൽ. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.